എൻ്റെ പോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് വണ്ടി റോട്ടിൽ കൊണ്ടുവരാൻ പേടിക്കുന്ന ഒരുപാട് ആൾക്കാർ വണ്ടി വീട്ടിലുണ്ടായിട്ടും പാർക്കിംഗ് മോഡിൽ വെച്ചിട്ട് കവറിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്ന ഓരോരോ ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഞാൻ അവർക്ക് വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ ഇത്രയാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ, ഫോളോവേഴ്സ് ആവട്ടെ, ആരെങ്കിലും ആവട്ടെ, നിങ്ങൾക്കെന്ന് ഒരു സ്വന്തമായിട്ടൊരു വീടാണ് ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത്. ഭാര്യ കുട്ടികൾ സേഫ് ആയിരിക്കും. ഇല്ലെങ്കിലും ഇന്നത്തെ ദിവസത്തിൽ ഞാൻ നിങ്ങൾക്ക് ഫുള്ള് വണ്ടിൻ്റെത് മാത്രമേ കാണിച്ചു തരില്ല, വേറെ ഒന്നും വ്ളോഗ് ചെയ്യുന്നില്ല, വണ്ടിൻ്റെ കാര്യങ്ങൾ അത് മാത്രം. ഹായ്, വെൽക്കം ബാക്ക് ടു മലബാർ മഞ്ജുത്തി യൂട്യൂബ് ചാനൽ. പിന്നെ കുഞ്ഞു ടിപ്സാണ് കേട്ടോ. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സിനല്ല, എൻ്റെ പോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് വണ്ടി റോട്ടിൽ കൊണ്ടുവരാൻ പേടിക്കുന്ന ഒരുപാട് ആൾക്കാർ വണ്ടി വീട്ടിലുണ്ടായിട്ടും പാർക്കിംഗ് മോഡിൽ വെച്ചിട്ട് കവറിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്ന ഓരോരോ ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഞാൻ അവർക്ക് വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ഇൻസ്പയർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുന്നില്ലേ. സോ എനിക്ക് സ്കൂട്ടി വാങ്ങുമ്പോൾ ഞാൻ ഒറ്റക്കാണ് പഠിച്ചത്. ഞാൻ ആരും ഡിപ്പെൻഡ് ആവാതെ വണ്ടി വാങ്ങുമ്പോൾ, അതായത് കാറിൽ എനിക്ക് ആരെങ്കിലും ഡിപ്പെൻഡ് ആവാനായിരുന്നു. കാരണം അത് റോഡ് കാര്യങ്ങളാണ്, സിറ്റിയിലൂടെ പോകുന്നതാണ്, ഒരുപാട് തിരക്കുള്ള റോഡിലൂടെ പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സർക്കിളായിട്ട് അങ്ങനെയൊക്കെയുള്ള പോകുമ്പോൾ നമുക്ക് റോഡും കൂടി മനസ്സിലാക്കണം. ആദ്യമായിട്ട് നമുക്ക് വണ്ടി വിടുന്നത് ഒരു ഗെയിംസ് പോലെ വിട്ടു പോവാം. പക്ഷെ നമ്മൾ റോട്ടിൽ എങ്ങനെയാണ് വണ്ടി കൺട്രോൾ ചെയ്യേണ്ടത്, റോട്ടിൽ എങ്ങനെയാണ് സർക്കിൾ, നമ്മൾ എങ്ങനെയാണ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടേണ്ടത്, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഒരു ലോജിക്കായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടിയ സാറൊക്കെ നല്ല സാറായത് കൊണ്ടിട്ടോ അതിലെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നുണ്ടായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ബാക്ക് മിറർ വണ്ടിയൊക്കെ നോക്കിയിട്ട് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്ററിൽ ഇടാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡീ ക്ലച്ച് മീൻസ് അപ്പിൻ്റെ മുകളിൽ ബ്രേക്ക് ആൻഡ് ഡീ ക്ലച്ച് ചെയ്ത് പോകുന്നത്, അതും പഠിച്ചു. അത് ഡീ ക്ലച്ച് ചെയ്യാൻ പഠിച്ചാൽ 100% നമ്മൾ വണ്ടി പെർഫെക്റ്റ് ആണെന്ന്, അത് ഡ്രൈവിംഗ് ചെയ്യുന്നതിൽ പെർഫെക്റ്റ് ആണെന്ന് എന്നാണ് പറയുന്നത്. അപ്പോൾ 2 തവണ ഡീ ക്ലച്ച് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഡീ ക്ലച്ച് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതിനുശേഷം ചില ആൾക്കാർ പറയും ഡീ ക്ലച്ച് ഭയങ്കര ടഫാണെന്ന്. ഡീ ക്ലച്ച് ടഫൊന്നല്ല കേട്ടോ. യെസ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ടഫായിട്ടൊന്നും തോന്നിയിട്ടില്ല. സാർ പറഞ്ഞത് ഡീ ക്ലച്ച് പറയുന്നത് സംഭവം ടഫാണെന്ന്. കാരണം പെട്ടെന്ന് നമ്മൾ അപ്പിൽ പോകുമ്പോൾ ബ്രേക്ക് പൊത്തി വയ്ക്കാൻ നിൽപ്പിക്കാൻ വേണ്ടി ബ്രേക്ക് ക്ലിക്ക് ഉടനെ തന്നെ നമ്മൾ ഒരു സെക്കൻഡ്സ് പോലും ടൈം കൊടുക്കാൻ പാടില്ല. നമ്മൾ എസ്കലേറ്റർ മീൻസ് അത് പേര് മറന്നിട്ട് മൂവ് ആവുന്നതിൽ പ്രസ് ചെയ്യാം. ഓക്കെ, മൂവ് ആവുന്നതിന് ശേഷം പ്രസ് ചെയ്ത ശേഷം മെല്ലെ പോയിട്ട് പിന്നെ വീണ്ടും ബ്രേക്ക് കാൽ വയ്ക്കുക. മുമ്പിൽ വണ്ടി ഉണ്ടെങ്കിൽ അത് വലിയൊരു ടാസ്ക്കാണ് ഡീ ക്ലച്ച് ചെയ്യുന്നത്. അത് മുമ്പിൽ വണ്ടി ഉണ്ടെങ്കിൽ ഭയങ്കര ടഫുള്ള ഒരു സംഭവമാണ്. പക്ഷെ അവിടെ ഡീ ക്ലച്ച് ചെയ്തിട്ട് പഠിച്ചാലുണ്ടല്ലോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ റോഡ് ലോങ് വേ അങ്ങനെയൊക്കെ പോകുമ്പോൾ, ഇല്ലെങ്കിൽ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തേതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് റിവേഴ്സ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ആൾ ഇറങ്ങിയിട്ട് നിൽക്കും, ഞാൻ എന്നെ ഒറ്റയ്ക്ക് റിവേഴ്സൊക്കെ എടുക്കുന്നതാണ്. അത് റിവേഴ്സൊക്കെ എടുത്തിട്ട് പാർക്കിംഗ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ എനിക്കിപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഈ വണ്ടി എടുക്കുമ്പോൾ അപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതൊന്ന് കറക്റ്റ് ആയാൽ, പെർഫെക്റ്റ് ആയാൽ, സോ എൻ്റെ വണ്ടിയൊക്കെ ഫുൾ ക്ലിയർ ആയിട്ട് ഒറ്റയ്ക്ക് ഓടിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടോ എന്ന് ആൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് കാണാം, എൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ ഞാൻ വണ്ടി വിടുമ്പോൾ എൻ്റെ പോലെ ഒരുപാട് പേടിക്കുന്ന ആൾക്കാർക്കും നത്തിങ് ഈസ്, ഞാൻ വണ്ടി വിടുമ്പോൾ എൻ്റെ പോലെ ഒരുപാട് പേടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. വണ്ടി ഉണ്ടായാലും ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വരണമെന്നില്ല. പക്ഷെ ഒരു തവണ നിങ്ങൾ വണ്ടി വിടാൻ ഇൻട്രസ്റ്റ് കാണിച്ചാൽ, സോ സ്കൂട്ടിനാണ് സേഫാണ് കാറെന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ വീതി, എങ്ങനെ സൈഡ് മിറർ നോക്കണം, എങ്ങനെ റൈറ്റ് മിറർ നോക്കണം, എല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ ലോങ് ഒരു 2 hours 3 hours ഡെയിലി ഒരു ക്ലാസ് കിട്ടിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും, പേടി മാറും, എല്ലാം മാറും. സോ പിന്നെ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ഡ്രൈവർ ആകാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നോക്കിയിട്ടുണ്ട്, വണ്ടി വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ഇട്ട ആൾക്കാരുണ്ട്, ഒരു പാർക്കിംഗ് മോഡിലൊക്കെ വെച്ച ആൾക്കാരുണ്ട്. കാരണം വണ്ടി കൊണ്ടുപോകാൻ ആളില്ല, ഡ്രൈവറിനെ ഡിപ്പെൻഡ് ആയിട്ട് ഒരിക്കലും നിങ്ങൾ നിൽക്കരുത്. സ്വന്തമായിട്ട് കാര്യങ്ങൾ ഓരോന്ന് ചെയ്യാൻ പഠിക്കുക, ആരും ഡിപ്പെൻഡ് ആവാതിരിക്കുക. ഇപ്പോൾ എൻ്റെ വീട്ടിലത്തെ കാര്യം ചിലത് ഞാൻ തന്നെ ചെയ്യില്ല, ഞാൻ ആരും ഡിപ്പെൻഡഡ് അല്ല. കാറിൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ ഡിപ്പെൻഡ് ആവുള്ളൂ. ആ സമയത്ത് എനിക്ക് ഡിപ്പെൻഡ് ആവുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ഒരുപാട് സങ്കടപ്പെടാറുണ്ടോ ഞാൻ. അപ്പോൾ ആ ഒരു വാശി കൊണ്ടാണ് എൻ്റെ വീട്ടിൽ ഒരു ഡ്രൈവർ നിർബന്ധമാണ് എന്ന്
എനിക്ക് തോന്നി, ഉമ്മാക്കും തോന്നിയിരുന്നു. ഉമ്മാണെങ്കിൽ കുറച്ച് കോൺഫിഡൻസോടെ സ്റ്റഡി ആക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇത്ര റിസ്ക് വേണ്ട, വെറുതെ നമ്മളിങ്ങനെ ലോങ് എല്ലാം പോകുമ്പോൾ ഞാൻ വെറുതെ ബാക്കിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്തിരിക്കുക, അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ഒരു പെണ്ണാണ്. കാർ ഡ്രൈവിംഗ് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി ഇല്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ നിർബന്ധമായിട്ട് ഒരു വീട്ടിൽ ഡ്രൈവർ ആയേ പറ്റും. അത് ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത മോഡിൽ തന്നെ പോയിട്ട് പഠിച്ചതാണ്. പഠിക്കാനുള്ള റീസൺ ഒന്ന് പുതിയ വണ്ടി, പേടി, അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടിൻ്റെ വീതി കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവിടെ തട്ടോ ഇവിടെ തട്ടോ എല്ലാം ഞാൻ ഇപ്പോൾ 100 മീറ്റർ ലോങ്ങിൽ തന്നെ ഞാൻ ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ട് തന്നെ പോകുമല്ലോ. പിന്നെ എങ്ങനെയാണ് റൈറ്റ് എടുക്കുന്നത് അതൊക്കെ ഞാൻ പഠിച്ചപ്പോൾ ഇത് എനിക്കൊരു ടഫായിട്ട് തോന്നില്ല. പിന്നെ എനിക്ക് ഫസ്റ്റ് ഡേ നമ്മൾ അവർ അപ്പിൻ്റെ ഡൗണിൽ ഇങ്ങനെ ഇങ്ങനെ മീൻസ് ഇങ്ങനെ വേ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ, ആ ഒരു പ്ലേസിൽ വണ്ടി ഇരിക്കുമ്പോൾ ഇറക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. യാറബേ ഇത് എന്തെങ്കിലും ആവുമെന്നുള്ളത്. പക്ഷെ ഞാനത് ബ്രേക്കിലൂടെയാണ് കൺട്രോൾ ചെയ്തത്. ബ്രേക്ക് പ്രസ് ചെയ്യും, വിടും, പ്രസ് ചെയ്യും, മൂവ് ആവും, പ്രസ് ചെയ്യും, ബ്രേക്കിലൂടെ മാത്രമാണ് ഞാനത് കൺട്രോൾ ചെയ്തത്. പിന്നെ ഒരുപാട് വളവൊക്കെ വരുമ്പോൾ ഞാനൊരു എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എൻ്റെ സേഫിന് വേണ്ടി പെട്ടെന്ന് ബ്രേക്കിൻ്റെ മുകളിൽ കാല് വയ്ക്കും. ഒരുപാട് ഇങ്ങനെ വളവെല്ലാം സ്ഥലത്താണെങ്കിൽ. പിന്നെ വണ്ടി ബാക്കിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ഞാൻ സ്പീഡാക്കും. അങ്ങനെയെല്ലാം ആക്കിയിട്ടാണ് ഓട്ടോമാറ്റിക്കലി അത് ഞാൻ പറയില്ല 2-3 hours നമ്മൾ ലോങ് ഇങ്ങനെ ഫസ്റ്റ് ഒരു 30 minutes 40 minutes നമ്മൾ പേടിച്ചിട്ട് തന്നെ പോകുമല്ലോ. പിന്നെ 1 hour ആയ ശേഷം ഓട്ടോമാറ്റിക്കലി നമ്മൾ പേടി മാറും. പിന്നെ നമ്മൾ എൻജോയ് ചെയ്യും നമ്മൾ ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഒരു തവണ നമ്മൾ കാർ ഡ്രൈവിങ് സെറ്റായാൽ ഇനി നമുക്കൊരിക്കലും നമ്മളെന്താ പറയുക സ്കൂട്ടിയിൽ പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം എനിക്ക് രാവിലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ശേഷം ഒരു തവണ കാറിൽ എടുക്കായിരുന്നു. ഇപ്പം ഞാൻ വേറെ സ്ഥലമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും എടുത്ത് ഇങ്ങനെ ഒരു റൗണ്ട് പോയേനെ. ഈ സ്ഥലമായത് കൊണ്ടാണ് കേട്ടോ, ഞാൻ കണ്ടില്ല. ഇപ്പം ഞാൻ കാണിച്ച സ്ഥലമൊക്കെ കാണിക്കാം. ഒരുപാട് കണ്ടില്ലേ ഞാൻ ഇപ്പോൾ കാണിച്ചല്ലോ സ്ഥലമൊക്കെ. കൺസിസ്റ്റഡ് ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വീട്ടിലത്തെ പാർക്കിങ്ങിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ ഒരുപാട് സങ്കടമായിട്ടുണ്ട്. പുതിയ വീടായിട്ട് എനിക്കെപ്പോഴും വീട്ടിലും ചീത്ത കേൾക്കാറുണ്ടോ, പുതിയ വീടായിട്ട് വീട് ചേഞ്ച് ചെയ്തിട്ടില്ല എന്ന്. ഒരുപാട് വീട് നോക്കിയിട്ട് ഇവിടെ പൈസ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ പ്രശ്നമായിട്ട് ഇരിക്കുന്നത്. എനിക്കും ആഗ്രഹമുണ്ട് കേട്ടോ, കുറച്ച് നേരം വണ്ടിയിലിരുന്നിട്ട് കൊഞ്ചണം, സംസാരിക്കണം, വണ്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒത്തിരി ആഗ്രഹമുണ്ട്. എൻ്റെ നമ്മൾ വീട്ടിൻ്റെ മുമ്പിലില്ലെങ്കിൽ നമ്മളെ ഫ്ലാറ്റിൻ്റെ താഴെ പാർക്കിങ്ങിൽ വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ. പുതിയ വണ്ടി വാങ്ങിയ എല്ലാവർക്കും ഉണ്ടാവും ആഗ്രഹം. പക്ഷേ ഇപ്പോൾ എൻ്റെ അനിയൻക്കും ഇവിടെ വരുമ്പോൾ ഭയങ്കര സങ്കടമാവും കേട്ടോ. കാരണം ഇത് നമ്മളെ മിസ്റ്റേക്കല്ല, ഓണേഴ്സിൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷെ അത് അവർ മനസ്സിലാക്കുന്നില്ല. അവർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു പാർക്കിംഗ് തരാനായിരുന്നു. നമ്മൾ ഇത്രയ്ക്ക് എമൗണ്ട് കൊടുത്തൊരു ഫ്ലാറ്റിൽ ഇരിക്കുകയല്ലേ. അത് നമ്മൾ വണ്ടി വാങ്ങുന്ന 3 months ബിഫോറേ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വണ്ടി പാർക്കിംഗ് വേണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വണ്ടി വരുന്ന മുമ്പായിട്ട് നമ്മൾ പൈസ തരാമെന്നുള്ളത്. പിന്നെ ഞാൻ പോയിട്ട് ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടേക്കും. ഞാൻ വേറെ വീട് നോക്കിയിട്ട് അടുത്തടുത്താകുമ്പോൾ ഇവർ നമ്മളെ കളിപ്പിക്കാനാണ്. നമുക്കിപ്പോൾ അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല, ഇവിടുന്ന് പൈസ തരാതെ മാറാനും പറ്റില്ല. എനിക്കതാണ് ഇവിടുന്ന് ഇരിക്കാനും പിടിക്കാനും ഒന്നും മൂടില്ലാതാണ് ഞാൻ പോകുന്നത് ഉമ്മാൻ്റെ വീട്ടിലേക്ക്. അവിടെ ഇവിടെ ഭയങ്കര സങ്കടം. സംടൈംസ് നമ്മളെ കളിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മളാരും കളിപ്പിക്കാറും ഇല്ല. നമ്മളവരെ സ്നേഹിച്ച് സംസാരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മൾ അവരിങ്ങനെ ഇട്ട് കളിപ്പിക്കുമ്പോൾ പൈസ കിട്ടില്ല, അത് ഇത് വാല്യൂ റീസണൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ പൈസ നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞാലോ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കാനും തയ്യാറല്ല. ഇവിടെ വീട്ടിലത്തെ പ്രശ്നമൊന്നുമില്ല, വീട്ടിൽ നമ്മൾ ഹാപ്പിയാണ്. പക്ഷേ നമ്മൾ പുതിയ വണ്ടി വാങ്ങിയിട്ട് ഓൾറെഡി കണ്ടില്ല, അവിടെ പൊടി പിടിക്കുക, അത് പിടിക്കുക, ഇത് പിടിക്കുക. ആരെങ്കിലും കുട്ടികൾ നമ്മൾക്കൊരു ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല. ആരോപിത്തിലാണല്ലോ ഇവർ കാറൊക്കെ ഇരിക്കുന്നത്. അതാ പറഞ്ഞത് നമ്മൾ എത്രയാണെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ, ഫോളോവേഴ്സ് ആവട്ടെ, ആരെങ്കിലും ആവട്ടെ, നിങ്ങൾക്കെന്നൊരു സ്വന്തമായിട്ടൊരു വീടാണ് ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത്. ഭാര്യ കുട്ടികൾ സേഫ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഭാര്യ കുട്ടികൾ ഇപ്പം ഞാൻ തന്നെ ഇവിടെ ലീവ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. കാർ പാർക്കിങ്ങിൻ്റെ വിഷയത്തിലാവട്ടെ, ഇല്ലെങ്കിൽ ആവില്ല. നമ്മളെ കണ്ടാൽ ചില ആൾക്കാർക്ക് പറ്റില്ല, ചില ആൾക്കാർക്ക് പറ്റും, ചില സമയം ഓണേഴ്സ് സരി ഉണ്ടാവില്ല, ഇറിറ്റേഷൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ പോകില്ല. കാരണം നമ്മൾ വേറെ ആൾക്കാർ വീട്ടിലല്ലേ ഇരിക്കുന്നേ ഉള്ളൂ എന്നുള്ളത്. എന്തായാലും നമ്മൾക്കൊരു സ്വന്തം വീട് നിർബന്ധമായിട്ട് വേണം. നമ്മളൊരു അന്തസ്സായിട്ട് കുട്ടികളുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കാൻ. ഇല്ലെങ്കിൽ ആരെങ്കിലും അപ്പുറത്തെ വീട്ടുകാർ, ഇല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്കാർ, ഇല്ലെങ്കിൽ ഓണേഴ്സ് എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാൽ അത് ഭയങ്കര സങ്കടമായിരിക്കും. സോ എൻ്റെ കാര്യത്തിൽ ഞാനിവിടെ പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും, കറണ്ട് ബില്ലാവട്ടെ, എല്ലാ വീട്ടിലത്തെ കാര്യങ്ങൾ ഞാൻ എല്ലാം തീർത്തും. എന്നോട് ഇന്ന് വരെ ഒരു പരാതിയായിട്ട് അവർ വന്നിട്ടില്ല. കാർ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂവിൽ മാത്രം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് അവർ സംടൈംസ് എന്തോ ഒരു പ്രശ്നം, അതായത് കാർ നമുക്കിവിടെ നാട്ടിൽ നിന്ന് ആൾക്കാർക്കൊന്നും അറിയില്ലല്ലോ. ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ.
ഞമ്മൾക്ക് ഇവിടെ വന്നത് ഒരു 1.5 വർഷമായിട്ടുള്ളൂ. ഞങ്ങളെ പാടായി, കുട്ടികളായി, ഉമ്മായി, ഞാനായി, അങ്ങനെ നമ്മൾ അപ്പുറം ഇപ്പുറം സംസാരിക്കാൻ വിടില്ലേ. അപ്പോൾ സംസാരിക്കുന്നെങ്കിൽ എൻ്റെ ഒരു നെയ്ബർ ഉണ്ട്, അവളോട് സംസാരിക്കും. പിന്നെ ഓണേഴ്സിനോട് അത്ര ഒന്നും ക്ലോസ് ഒന്നല്ല. അവരോട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കില്ലെങ്കില്ല. ആവശ്യത്തിന് വേണ്ടി ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് സംസാരിക്കാറുണ്ട്. ആരോടും ഞാൻ പോവാറില്ല. ലാസ്റ്റ് ടൈം എന്തായെന്ന് വെച്ചാൽ നമ്മൾ കാർ വന്നപ്പോൾ നമ്മൾ താഴെ പാർക്കിംഗ് വെച്ചിട്ടുള്ളത്. അങ്ങനെ താഴെ പാർക്കിംഗ് വെച്ചു. ഞങ്ങൾ താഴെ പാർക്കിങ്ങിൽ നിന്ന് കാർ എടുത്തിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഇവിടെ ഫുള്ള് കാർ വെച്ചിട്ടാണ്. നമുക്കറിയില്ല എവിടെ കാർ വയ്ക്കണമെന്നുള്ളത്. അങ്ങനെ രണ്ടും അവർ വീട്ടിൽ ഗസ്റ്റ് ഇരിക്കാൻ പോയി നമ്മൾ എവിടെയാണ് കാർ വയ്ക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ഗസ്റ്റ് വന്നിട്ട് എന്താക്കി അറിയോ, പെട്ടെന്ന് ആ കാർ എടുത്തിട്ട് മാറ്റി. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ചെയ്യാൻ നമ്മൾ എടുപ്പിച്ച പോലെ ഒരു ഫീലായി. അപ്പോൾ തന്നെ ആ ചെക്കനോട് പറഞ്ഞു. ആ ചെക്കൻ്റെ ഒരു ഇത്തിരി ഫോളോവേഴ്സുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ട് അറിയുന്ന ഒരു ചെക്കനായിരുന്നു. അപ്പോൾ ആ ചെക്കനോട് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, നമ്മൾ വേറെ ഡിപ്പെൻഡിലാണ് ഡ്രൈവർ ഉള്ളത്, നമുക്ക് ഡ്രൈവറൊന്നുമില്ല, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളാണ് എടുത്തത്, സോറി കേട്ടോ എന്നുള്ളത് ഞാൻ ഹ്യൂമാനിറ്റിയോട് പറഞ്ഞതാണ്. അപ്പോൾ ആൾക്ക് ഈ പ്രശ്നമില്ല, ഞാനിപ്പോൾ പോവാൻ നിൽക്കാണ്, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്നുള്ള ആ ചെക്കന് ശരിയാക്കി. അപ്പോൾ അവിടെ ഒരു ചെറിയ കുഞ്ഞി കാര്യമാണ്. അപ്പോൾ ഓണേഴ്സ് 4 ഓണർ ഇവിടുത്തെ വീട്ടിലത്തെ ആൾക്കാർ വന്നിട്ട്, സോ നിങ്ങൾ എന്തിനാ വണ്ടി എടുപ്പിച്ചു, നിങ്ങൾക്ക് സബറില്ല എന്നൊക്കെ ചോദിച്ചു. നമ്മൾ എടുപ്പിച്ച പോലെ ഉമ്മ പോയിട്ട് ചോദിച്ചത് എപ്പോഴാണ് എവിടെയാണ് ഈ വണ്ടി വയ്ക്കേണ്ടതെന്ന്. അപ്പോൾ അവർ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് അവരൊരു എന്താ പറയുക, ഒരു റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു. പക്ഷെ നമ്മളൊരു വണ്ടിനെ കൊണ്ടിട്ട് റോഡിൻ്റെ നടുവിൽ ഒലിപ്പിക്കുക എന്നുള്ളത് അപ്പുറത്തിപ്പുറത്ത് വണ്ടി പോകുന്ന സ്ഥലമാണല്ലോ. അങ്ങനെ ചെറിയ കുഞ്ഞു ഇഷ്യൂ വന്നിട്ട് നമുക്കൊരു ക്രാഷായി. നമ്മൾക്ക് ഓണേഴ്സിന് ക്രാഷ് ആയപ്പോൾ നമ്മൾ പറഞ്ഞു, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഞങ്ങൾ പോവും. അപ്പോൾ ഞങ്ങളിവിടെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് വന്നപ്പോൾ നമ്മളവിടെ നിൽക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ നിന്നത് എന്താ പറഞ്ഞാൽ, നമ്മളിവിടെ പൈസ കിട്ടില്ല. അറൗണ്ട് 10 lakhs 9.50 lakhs ഇവിടെ നമ്മൾ കൊടുത്തിട്ടാണ്. അത് കിട്ടാതെ പോകാനും പറ്റില്ലല്ലോ. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് വേറെ വീട് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ എഗ്രിമെൻറ്റ് പേപ്പറിൽ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ആയിട്ടുണ്ട്. ഓക്കെ, ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിട്ട് ഇവർ എൻ്റെ അടുത്ത് സെപ്റ്റംബറിൽ എമൗണ്ട് സെപ്റ്റംബർ 26th തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബറിൽ തന്നിട്ടില്ല. പിന്നെ പറഞ്ഞു ഒക്ടോബറിൽ നിന്ന് ഡിസംബറിൽ നിന്ന് ജാനുവരി ആയി. ഞാൻ ഡിസംബറിൽ പറഞ്ഞ് നമുക്ക് വണ്ടി വരുന്നുണ്ട്, ആ വണ്ടി വരുന്ന മുമ്പായിട്ടാണ് എൻ്റെ പൈസ തരും, നീ വീട് വേറെ ഷിഫ്റ്റ് ആവാമെന്ന് പറഞ്ഞു. ഉറപ്പല്ലെന്ന് ചോദിച്ചു. 100% കൺഫേം ആണെന്ന് ഓണർ പറഞ്ഞത്. പിന്നെ ഞാൻ പോയിട്ട് മാംഗ്ലൂരിലൊരു ഫ്ലാറ്റൊക്കെ നോക്കി. മാംഗ്ലൂർ സെറ്റിൽ ആവാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മാംഗ്ലൂർ ഫ്ലാറ്റ് ഓക്കെ ആക്കിയിട്ട് അവിടെ അവർക്ക് 30th, അതായത് ഡിസംബർ 30th അവർക്ക് എഗ്രിമെൻറ്റ് പീരീഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ എഗ്രിമെൻറ്റ് പീരീഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് എഗ്രിമെൻറ്റ് ചെയ്യാനായിരുന്നു 30th. അപ്പോൾ അവർക്ക് നമ്മൾ കൺഫേം വേണമല്ലോ. അപ്പോൾ എന്തായാലും 20,000 അവർ ടോക്കൺ അഡ്വാൻസ് ആണ് ചോദിച്ചത്. കാരണം ഞാനത് 100% കൺഫേം ആക്കിക്കണം. അപ്പോൾ ഞാൻ എന്താക്കി, ഞാൻ പോയിട്ട് അവിടെ 20,000 ടോക്കൺ അഡ്വാൻസ് എല്ലാം കൊടുത്തിട്ട് കൺഫേം ആണല്ലോ, നമ്മൾ വാങ്ങുന്നുണ്ടല്ലോ. പിന്നെ പാർക്കിങ്ങിൻ്റെത് 2 വീലർ പാർക്കിംഗ് 4 വീലർ പാർക്കിംഗ് ഒക്കെ ഉള്ള ഒരു പ്ലേസ് ആയിരുന്നു. അവിടെ കൊടുത്തു വന്നിട്ട് 30th ആയാലും ഇവർ ക്യാഷ് തരുന്നത് കാണുന്നില്ല. അങ്ങനെ ആ മേഡം ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്തു. 1, 2, 3, 4, 5th ജാനുവരി 5th വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്ക് 2 ചീത്ത കേൾക്കേണ്ടി വരും. കാരണം നമ്മളൊരു വാക്ക് കൊടുത്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു, എൻ്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. എൻ്റെ 20,000 പോയി അവിടെ. പിന്നെ ഇവിടെ ആ മേഡമിൻ്റെ ഒരു നമ്മൾ വാക്കിനൊരു വിശ്വാസം ഇല്ലാത്ത രീതിയിലായി. അങ്ങനെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയാം. ഞാൻ അവിടെ പോയിട്ട് വീടൊക്കെ കണ്ടതും അതിൽ ഒറ്റൊരാൾ ഉപ്പല ഞാൻ സൈഡ് ഒരു വീട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇൻഡിപെൻഡൻറ്റ് ഹൗസ് ആയിരുന്നു. മീൻസ് എന്താ പറയുക, ഡ്യൂപ്ലെക്സ് ഹൗസാണ്. ആ ഹൗസിൽ പോകുമ്പോൾ നമ്മൾ വീടൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. 1 month 2 months ഒക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലത്തെ പൈസ കിട്ടാൻ വേണ്ടി. അവർക്ക് എത്ര ഒന്നും ക്യാഷ് ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. 7 lakh മാത്രമേ അവർ നമുക്ക് ലീസ് പറഞ്ഞിട്ടുള്ളത്, പെനക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, നമ്മൾ ഈ വീട് ആർക്കും കൊടുക്കരുത്, ഞങ്ങൾ തന്നെ വരുന്നാൽ നിങ്ങൾ എനിക്ക് തന്നെ തരണം എന്നുള്ളത്. വേണമെങ്കിൽ ടോക്കൺ അഡ്വാൻസ് ഞാൻ 5,000 തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ വാങ്ങിയില്ല, നിങ്ങൾ വന്ന ശേഷം വാങ്ങിയാൽ മതി എന്ന്. അപ്പോൾ അവർ 2 months നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വേറെ ആൾക്കാർ കൊടുത്തിട്ടോ. ആ ഒരാൾ പിന്നെ എല്ലാം ഞാൻ വീട് നോക്കിയത് ഒരു 2,000 ഒരു 1,000 രൂപ അങ്ങനെ ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് കൺഫേം ആക്കിയതേ ഉള്ളൂ വീട്. കാരണം ഇവിടുന്ന് മാറുമ്പോൾ നമുക്ക് അവിടെ ഒന്ന് സെറ്റ് ആവണമല്ലോ, കുട്ടികളായിട്ട് പോവല്ലേ, നമ്മൾ സേഫ് നോക്കണമല്ലോ എന്നുള്ളത്.
അപ്പോൾ ഇതുവരെ നമുക്ക് ഇവിടുന്ന് പൈസ കിട്ടാത്തത് കൊണ്ടാണ് ഭയങ്കര രാവിലെ എണീച്ച ഉടനെ ഫുള്ള് ടെൻഷനായിരിക്കും അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ പറയുകയാണ്. ഇങ്ങനെയുള്ള പ്രശ്നം മാത്രമല്ല, നമ്മൾ വാടകയായിട്ട് പോകുമ്പോൾ ലീസായിട്ട് പോകുമ്പോൾ ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമുക്കൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല, അവർക്ക് എന്തെങ്കിലും ഒന്ന് നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അവർ എന്തെങ്കിലും ഓണേഴ്സ് എന്തെങ്കിലും അപമാനിക്കുക അങ്ങനെയുള്ളൊരു പേടി നമ്മൾക്കുണ്ടാവും. പിന്നെ നമുക്ക് ഗസ്റ്റിന് കൂടുതലായിട്ട് വിളിക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. നമ്മൾ സ്വന്തം എന്നുള്ളൊരു വീടാകുമ്പോൾ, ഒരു ചെറുതാണെങ്കിൽ കുഞ്ഞാണെങ്കിൽ, ഒരു ബെഡ്റൂമിൻ്റെ വീടാണെങ്കിലും ഞങ്ങൾ കുടിക്കുന്ന കഞ്ഞിയാണെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടാവും. പക്ഷെ എവിടെയെങ്കിലും പോയി നമുക്കും പേടിയാണ്, കുട്ടികളെ വച്ചിട്ടൊന്ന് പറയോ അല്ല കുട്ടികളെ ശബ്ദം ഉണ്ടാക്കുമെന്ന് പറയുക എന്നുള്ളത്. ഈ ഫ്ലാറ്റിൽ നമുക്ക് ഈ ഹൗസിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ ഒരു സൗണ്ട് ആക്കുന്ന അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ ക്യാഷിൻ്റെ കാര്യത്തിൽ, ലീസിൻ്റെ ആ ഒരു എമൗണ്ടിൻ്റെ കാര്യത്തിൽ മാത്രം, പിന്നെ കാർ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾക്ക് അത്ര ക്രാഷ് ആയിട്ടുള്ളൂ. പിന്നെ ഇത്രയ്ക്ക് ക്രാഷ് ആയിട്ട് ഇത്രയ്ക്ക് ദേഷ്യം എനിമീസായിട്ട് ഇന്ന് അവർക്ക് നമ്മളെ മുകളിൽ ജലസ് വന്ന് കഴിഞ്ഞു. വണ്ടി വാങ്ങി, സ്കൂട്ടി വാങ്ങി, അത് വാങ്ങുക, ഇഷ്ടംപോലെ നമ്മൾ ക്യാഷ് ഉള്ളതുപോലെ ആക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ജലസ് വന്നത് കാരണം നമ്മളെല്ലാം ഉണ്ടായിട്ടല്ല. നമ്മൾ ഫിനാൻഷ്യൽ ആർക്കും വീക്ക്നെസ് വിട്ട് കൊടുക്കുന്നില്ല. നമ്മൾ ഫിനാൻഷ്യൽ ഒന്നും ഇല്ല എന്ന് അറിഞ്ഞാൽ ആൾക്കാർ നമ്മൾ ഭയങ്കരമായിട്ട് വീക്കായിട്ട് നോക്കും. ചില ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും, ചില ആൾക്കാർ മിസ്യൂസ് ചെയ്യാനും റെഡി ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ഉള്ള ആൾക്കാരൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആർക്കും ഒന്നും വിട്ട് കൊടുക്കുന്നില്ല. നമ്മളുടെ രീതിയിൽ നമ്മൾ വളരുന്നല്ലോ. അപ്പോൾ ഇന്നലെ നാളെ ഈ വീഡിയോ അവർക്ക് റീച്ച് ആവുന്ന സമയത്ത് ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. കാരണം അത്ര ഒരു ഹോപ്പ് എനിക്കുണ്ട്. കാരണം ഞാൻ അത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോയിലൂടെ മാത്രമല്ല, എൻ്റെ വർക്കിലൂടെയാണ്. എനിക്ക് ഒന്നേ ഉള്ളൂ, എൻ്റെ കുട്ടികൾക്ക് എനിക്കൊരു സേഫ് ആവണം ഒരു കാര്യത്തിൽ. ഇപ്പം ഞാൻ എൻ്റെ ഉമ്മ എൻ്റെ അനിയൻ്റെ കൂടെയാണ്. ഇപ്പം ഞാനിപ്പോൾ ആഡംബരമായിട്ട് കാണിക്കുന്നതും എൻ്റെ വീട്, പിന്നെ കാറിൽ പോകുന്നത് വരുന്നതൊക്കെ ആഡംബരമായിട്ട് കാണിക്കുന്നത് ഒക്കെ എൻ്റെതല്ല, എൻ്റെ അനിയൻ്റെതാണ്, അനിയൻ്റെ കൊണ്ടാണ്. അപ്പോൾ അവൻ 4 കല്യാണ കാര്യങ്ങളൊക്കെ നടന്ന ശേഷം ഞാൻ ഒറ്റപ്പെടും. അതിന് മുമ്പായിട്ട് എനിക്കൊന്ന് സേഫ് ആവണം എന്നുള്ളത്. അവർ പറയും നിന്നെ ഒരിക്കലും കൈവിടൂല എന്നുള്ളത് അനിയനോ ഉമ്മ എത്ര പറഞ്ഞാലും. പക്ഷെ അത് ഫാക്റ്റ് അതാണ്. അവർക്കൊരു റെസ്പോൺസിബിലിറ്റീസ്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോൾ നമ്മൾ വെറുതെ കാണുമ്പോൾ ദ്വേഷപരമായിരിക്കും. നമ്മളെല്ലാം അവരെ ഡിപ്പെൻഡ് ആകുമ്പോൾ അവർക്കൊരു അങ്ങനെയുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഞാനൊരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് കല്യാണം കഴിക്കുന്ന മുമ്പൊക്കെ ഞാൻ ഡിസിഷൻ എടുത്തത്. നാളെ ഞാനും എൻ്റെ കുട്ടികളൊരു തലവേദന ആർക്കും വരാൻ പാടില്ല. സോ അതിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം എനിക്കൊരു വീടും ചെറുതാണെങ്കിലും അല്ല എത്തിച്ച് തന്നാൽ വയ്ക്കണമെന്നുണ്ട്. അതിലൊരു കുഞ്ഞ് പാർക്കിങ്ങും വേണം, കാർ പാർക്കിങ്ങും വേണം. അങ്ങനെയൊക്കെ കുഞ്ഞു ആഗ്രഹങ്ങളാണ് കേട്ടോ. ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ അനിയൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ലൈഫ് സെറ്റായാൽ ഞാനൊരു കുഞ്ഞു വണ്ടി, ഇപ്പം എനിക്കിതിൻ്റെ ഡ്രൈവിങ്ങൊക്കെ അറിഞ്ഞിട്ട് ഞാൻ കുറച്ച് എക്സ്പെർട്ട് ആകുമ്പോൾ കുഞ്ഞു വണ്ടി വാങ്ങിയിട്ട് ആ വീട്ടിലേക്ക് വയ്ക്കും. അങ്ങനെയുള്ള കുഞ്ഞു ആഗ്രഹങ്ങളാണ്. കാരണം എനിക്ക് ആരും എന്നെ ഒന്നും ഡിമോട്ടിവേറ്റ് ചെയ്യാത്ത രീതിയിൽ, എനിക്കൊന്നും ആഡംബരമായിട്ട് ഒരു VIP ആയിട്ട് നടക്കണം അങ്ങനെയൊന്നുമില്ല. എന്നെ ആരും ഒന്നും ഇല്ലാത്തവൾ അങ്ങനെയാണ്. മറ്റൊരാൾക്ക് ആർക്കും എൻ്റെ കാണുമ്പോൾ പേടി വരരുത്. നാളെ അവൾ എന്നോട് ചോദിക്കാൻ വരുമോ അങ്ങനെ ആക്കോ. ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ ഇത്ര വർഷമായി 5 to 6 ഇയേഴ്സായി ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കുട്ടികളായിട്ട് താമസിക്കുന്നത് വിത്ത് പേരൻസിനോട്. അപ്പോൾ ഇന്ന് വരെ എനിക്ക് അങ്ങനത്തെ ഒരു മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ബിക്കോസ് ഓഫ് മൈ ബ്രദർ, അവനക്കൊരു നല്ല ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ കുഞ്ഞു വർക്കൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാനും ഉമ്മാൻ്റെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ജോബ് പോകാൻ പറ്റാത്തത്. ഓക്കെ, എല്ലാവരും വിചാരിക്കുമായിരിക്കും ഇവർക്കൊക്കെ എവിടെയെങ്കിലും പോയിട്ട് ജോബ് ചെയ്തുകൂടെന്ന്. ഓക്കെ, ഞങ്ങൾ അത്ര എഡ്യൂക്കേഷൻ ചെയ്തിട്ടുണ്ട്. അത്രയെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ജോബിൽ നിൽക്കുന്ന ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോബിൽ നിൽക്കുന്നത്ര, വർക്കിൽ നിൽക്കുന്നത്ര വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അവർക്കിനൊരു കേപ്പബിളും നമ്മളാണ്. പക്ഷേ ഞങ്ങൾ നിൽക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫാമിലിയും ഒരു സൈഡിൽ ഹാൻഡിൽ ചെയ്യണം, അവർ നിർബന്ധമാണ്. അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. സംടൈംസ് ഉമ്മ സുഖമില്ലാതാകുമ്പോൾ ഓഫീസിലേക്ക് ലീവ് ചെയ്യുക, അതൊരു പ്രശ്നമാണ്. പിന്നെ കുട്ടികൾക്ക് ഇടയ്ക്ക് ഫീവറൊക്കെ വരുമ്പോൾ ഞാൻ മസ്റ്റായിട്ട് കുട്ടികളെ നോക്കണമെങ്കിൽ വീട്ടിൽ ഒരു ഉമ്മ ആയിട്ട് വേണം. അപ്പോൾ കുട്ടികൾ പുറത്തുനിന്ന് ഉള്ളിലൊക്കെ വരും. ഇപ്പോഴത്തെ ജനറേഷൻ നിങ്ങൾക്കറിയാം, ബോയ്സ് കുട്ടികളൊക്കെ വളർത്താൻ ഭയങ്കര പാടാണ്.
കാരണം അവർ വിട്ടാൽ എവിടെയെങ്കിലും വേറെ കുട്ടികളൊക്കെ അവർ ഇവിടെ കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ ഒരു ഉമ്മ ഒരു കുട്ടികളെ മുകളിൽ കണ്ണ് വെച്ചില്ലെങ്കിൽ പിന്നെ കുട്ടികൾ കേടായി പോകും. അതുകൊണ്ടാണ് ഞാൻ സേഫായിട്ട് ഓരോ വേ ആയിട്ടാണ് യൂട്യൂബ് നോക്കിയത്. കാരണം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എവിടെ പോയാലും എൻ്റെ കുട്ടികൾ എൻ്റെ കൺമുമ്പിലുണ്ടോ. പിന്നെ എഡിറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ രാത്രി ചെയ്യുന്നത്, ഇത് എഡിറ്റൊക്കെ ചെയ്യാൻ അത്ര ഈസി അല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യുമായിരിക്കും, ഇവർക്ക് വേറെ പണിയെടുത്ത് ജീവിച്ചൂടെ എന്നുള്ളത്. പക്ഷേ കുട്ടികൾ ഫാമിലിയൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് വേറെ വർക്ക് ചെയ്തിട്ട് വരാമെന്നുള്ളത് അത്ര ഈസി അല്ല. പിന്നെ എന്നും പുറത്ത് പോകും. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്ര ഉള്ളത് കൊണ്ടാണ് ചില ആൾക്കാർക്കൊക്കെ പേടിയുണ്ടാവും എൻ്റെ കാര്യത്തിൽ വരാണെങ്കിൽ. എന്തെങ്കിലും പോലെയല്ലോ ഓപ്പണായിട്ട്, കാരണം ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആളാണ്, എന്തെങ്കിലും അവൾ ഓപ്പണായിട്ട് ആൾക്കാരോട് പറഞ്ഞാലോ പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാവരും പേടിക്കേണ്ട ഒരു കാര്യത്തിൽ വരാനുള്ളത്. അത് ഏറ്റവും വലിയ ഒരു സോഷ്യൽ മീഡിയ പവർ എന്ന് പറയാം എനിക്ക്. ഇത് മാത്രമല്ല, ഇതിന് മുമ്പ് ഞാൻ കന്നഡം ഇട്ടപ്പോൾ അങ്ങനെ തന്നെയാണ്. ഞാൻ എല്ലാം ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് ആരൊക്കെ മിസ്ബിഹേവ് ചെയ്യുന്നവരൊക്കെ ഞാൻ എടുത്തിട്ട് സ്റ്റാറ്റസിലൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു, മീൻസ് സ്റ്റോറീസിലൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു. അവർ പേടി എപ്പോഴുണ്ട്. അവർ മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ പറയും, നിങ്ങളൊന്നും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വന്നതല്ല, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊന്നും എടുക്കാറുമില്ല. കാരണം എനിക്ക് ഉമ്മാനായിട്ട് ഞാൻ എന്താ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ എടുത്ത ശേഷം എന്തെങ്കിലും പ്രൊമോഷൻസെല്ലാം കിട്ടിയ ശേഷം പോകുമെന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഇല്ലാതെ ഓട്ടോറിക്ഷയിലെല്ലാം പോകുമ്പോൾ അവർ വലിയ വലിയ ഫംഗ്ഷൻ കാണി നമ്മൾ വിളിക്കുമ്പോൾ മീൻസ് ഞാനിപ്പോൾ യൂട്യൂബിൽ കുഞ്ഞൊരു യൂട്യൂബറാണ്, ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. കർണാടകയിലൊരു ഫ്യൂ വുമൻസാണ്, ഒരു 5-6 ഒരു 10 നോക്കിയ പോലെ ഒരു 20 വുമൻസ് ഇപ്പോൾ പുതിയ ആൾക്കാരെല്ലാം വരുന്നുണ്ട് ഇഷ്ടമല്ല. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഒരു 2-3 ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കർണാടകയിൽ ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങിയതൊന്ന് മഷൂറായിരുന്നു, സെക്കൻഡ് ഞാനായിരുന്നു. നിങ്ങൾ പോയിട്ട് വേണമെങ്കിൽ കാണാം ഇഷ്യൂസ് നാച്ചുറൽ ടിപ്സ് കന്നഡ എന്നുള്ളത്. അത് ഞാൻ 2015 യൂട്യൂബിലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അത് മേ ബി കന്നഡത്തിലൊരു മുസ്ലിമായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഫസ്റ്റ്, പിന്നെയാണ് മഷൂറ വന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് പോയിട്ട് ഡീറ്റെയിൽസ് തപ്പിയാലും മനസ്സിലാവും. ഓക്കെ, ആ ടൈമിൽ ഞാൻ കന്നഡ യൂട്യൂബിലുണ്ട്. പക്ഷേ ആൾക്കാർ എന്നെ മനസ്സിലാക്കിയത് ഒരുപാട്. അപ്പോൾ ഞാൻ ഒരുപാട് മെലിഞ്ഞിട്ടായിരുന്നു. മെലിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ 91 kg 70 kg വന്ന സമയമായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് വീണ്ടും ഉണ്ടച്ച് ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ എനിക്ക് അതേപോലെ പഴയ മാതിരി പോലെ തന്നെ എൻ്റെ ലൈഫിലൊന്ന് തിരിച്ചു വരണം. ഏജ് ജസ്റ്റ് നമ്പറാക്കണം. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഒന്നും, അതായത് എനിക്ക് വേറെ റോങ് റൂട്ടിൽ പോവാതെ നല്ല രീതിയിൽ എൻ്റെ ഹെൽത്ത് സൂക്ഷിക്കുക, സൗന്ദര്യം കാത്തുരക്ഷിക്കാം. പിന്നെ വീട്ടിലെനിക്ക് നമ്മൾ എത്ര സ്റ്റൈലാക്കിയാലും, സ്റ്റൈൽ മീൻസ് എത്ര മോഡലായാലും അത് നമ്മളൊരു സെൽഫ് കോൺഫിഡൻസിന് മാത്രമാണ്, മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല. പക്ഷേ സെൽഫ് കോൺഫിഡൻറ്റിന് വേണ്ടി നമ്മൾ കുറച്ച് ഗ്ലാമറായിട്ടാണ് നിൽക്കും. കാരണം നമ്മൾ ഗ്ലാമർ ഇല്ലെങ്കിൽ ഗ്ലാമർ എന്നല്ല, ഒരു കുറച്ചെങ്കിലും നമ്മൾ സ്റ്റൈലായിട്ടില്ലെങ്കിലോ അവൾക്ക് എന്താണ് ടെൻഷൻ, അസുഖം പോലുണ്ടോ, അങ്ങനെയൊക്കെ ആൾക്കാർ കമൻറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. അത് കേൾക്കുമ്പോഴാണ് വീണ്ടും നമുക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നത്. നമ്മൾ ലൈഫ് എന്തെങ്ങനെ എന്ന് പറഞ്ഞ് നെഗറ്റീവിൽ പോകുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും കണ്ടില്ല മാഷല്ല സെറ്റാണ് കേട്ടോ, സൂപ്പറാണ് കേട്ടോ എന്ന് ആണെങ്കിലല്ല പെണ്ണുങ്ങളാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്. എന്തായാലും നീ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ, ഇങ്ങനെ തന്നെ നിൻ്റെ നോക്കി ഞാനൊരു ഇൻസ്പയറാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊരാൾ ഭയങ്കര ഒരു ഹാപ്പിയാണ്. കാരണം നമ്മൾ ലൈഫിൽ തോൽത്തുനിന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഡൗൺ ആവാൻ പാടില്ല. നമ്മളതിന് മുകളിലേക്ക് തന്നെ പോകാൻ നോക്കണം. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഹെൽത്ത് സൂക്ഷിക്കാറുണ്ടോ. പിന്നെ ഞാൻ എന്നും എൻ്റെ അനിയൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ ഡിപ്പെൻഡ് ആവാറില്ല. എനിക്ക് ആവശ്യമുള്ള ഒരു എൻ്റെ പോക്കറ്റ് മണി ഫിനിഷ് ചെയ്യാനുള്ളൊരു കുഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ള വർക്കുണ്ട്. അതിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ എല്ലാം നോക്കാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ കുട്ടികളെ ബസ്സിൻ്റെ ഫീസ് അത് ഇതെന്നൊക്കെ കൊടുക്കാനൊക്കെ പോക്കറ്റ് മണിയായിട്ട് എനിക്ക് യൂസ് ചെയ്യാനത് പറ്റുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു ആഗ്രഹം. പിന്നെ ഞാൻ ആരും എന്തും വാങ്ങുന്നുമില്ല, എക്സ്പെക്റ്റേഷനും ഇല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. എനിക്കെപ്പോഴും ഞാൻ 2 കഞ്ഞി കുടിക്കുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ഞാനും എൻ്റെ അനിയനല്ലാതെ, അനിയൻ എൻ്റെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ബ്ലഡ് അല്ലേ, അല്ലാതെ വേറെ ഒരാളുടെ ഒരു സഹായത്തോടെ അല്ല ജീവിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നൊരു കാര്യം പറയാം, ഞാൻ എന്തുകൊണ്ട് സഹായം ചോദിക്കുന്നില്ല എന്നുള്ളത്. നമ്മളെല്ലാവരോടും എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ, എനിക്ക് ഹെൽപ്പ് ചെയ്യില്ലെങ്കിൽ നമ്മൾ പൈസയ്ക്ക് കടം ചോദിക്കുമ്പോൾ നമ്മളൊരു പിറ്റേ ദിവസം നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടു, നല്ലൊരു ഷൂസ് ഇട്ടു, നല്ലൊരു ബാഗ് വാങ്ങി, പിന്നെ ഉള്ള തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് പോകുമ്പോഴാണ് അവൾ ഭയങ്കര ബിന്ദസായിട്ട് നടക്കുന്നുണ്ട്. അവൾക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ കരയും, ഭയങ്കര നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ടോക്ക്
വരും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇട്ട ഡ്രസ്സിന് വരെ ആരും ഒരു കമൻറ്റ് ഇടാൻ പാടില്ല. പക്ഷെ ആ രസമുണ്ട്, അങ്ങനെ രസമുണ്ട്, ഭയങ്കര രസമുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആരോടും ചോദിക്കാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോൾ എന്നല്ല അന്നും ഇന്നും ഒരാളും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുമില്ല, നമ്മൾ ആരോടും ചോദിച്ചിട്ടുമില്ല, എക്സ്പെക്റ്റ് ചെയ്തിട്ടുമില്ല. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുണ്ടാകും. അതാണ് പറഞ്ഞത്, നമ്മൾ നേടാണ് ഒരു നിമിഷം മതിയായിരുന്നു നമുക്ക് എല്ലാം കിട്ടാൻ വേണ്ടി. ആരെങ്കിലും ചോദിച്ചാൽ, ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാം ചോദിച്ചാൽ തരാത്ത ആൾക്കാരില്ല, നല്ലൊരു ദിവസം തരുമല്ലോ, അവരൊക്കെ നന്നായാലും. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഏതെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങുമ്പോഴുണ്ടല്ലോ, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലുണ്ടല്ലോ. കോൺഫിഡൻസ് എന്ന് മാത്രമല്ല, നമ്മൾക്ക് തന്നെ ആ ഒരു സാധനം നോക്കുമ്പോൾ തന്നെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ടൈമായിരിക്കും. കാരണം ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് നേടിയതല്ലേ. ഒരു തവണ നമ്മൾ ലൈഫിൽ ഒരു ഹാർഡ് വരും. എല്ലാവരുടെ ലൈഫിൽ ഹാപ്പി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ കഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് തോന്നും, ഒരു ദിവസം നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾക്ക് എൻ്റെ ലൈഫ് ഇങ്ങനെ സങ്കടപ്പെടുന്ന സമയത്ത് നമ്മൾ വാങ്ങിയ സാധനം, ലാപ്ടോപ്പ് ആയിരിക്കട്ടെ, മൊബൈൽ ആയിരിക്കട്ടെ, ക്യാമറ ആയിരിക്കട്ടെ, അതൊക്കെ നമ്മൾ നോക്കി പറയും, ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ സാധനങ്ങളാണ്, ആറ് തന്നിട്ടൊന്നല്ലല്ലോ, ഇനിയും ഞാൻ അധ്വാനിക്കും, ഇനി എനിക്ക് ഒരു വിശ്വാസമുണ്ട്. ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് നമുക്ക് കഞ്ഞി കുടിക്കാണ്, ബുദ്ധിമുട്ടില്ലെങ്കിലും ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കട്ടെ, ഇതുവരെ അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല. വേറെ എല്ലാ കാര്യത്തിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇൻഷാല്ലാ തരും. അത് ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ റബ്ബു നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ സ്കൂട്ടി ആണെങ്കിൽ, ഞാൻ വാങ്ങിയ സ്കൂട്ടി എൻ്റെ ഇപ്പോഴാണ് റീസെൻ്റ്ലി 1 year ആയിട്ടുള്ള 2025 വാങ്ങിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് സ്കൂട്ടി എപ്പോഴാണ് ആഗ്രഹിച്ചത്, 18 വയസ്സിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു സ്കൂട്ടിന്. പക്ഷെ എനിക്ക് ആരും സ്കൂട്ടി തന്നിട്ടും ഇല്ല, അവർ പഠിപ്പിച്ചിട്ടുമില്ല. ഞാൻ പിന്നെ ആരോട് പഠിപ്പിക്കാൻ പോലും ചോദിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ഏതോ ഒരു സ്കൂട്ടി വീട്ടിൻ്റെ മൂലയിൽ വെച്ച ഒരു പൊട്ട് സ്കൂട്ടി ഉണ്ടായിരുന്നു, അത് ഭർത്താവിൻ്റെ വീട്ടിൽ. അവിടെ ഞാൻ അവർ പൊട്ട് സ്കൂട്ടി എടുത്തുണ്ടോ എങ്ങനെ പോയിക്കണം, എങ്ങനെ സ്റ്റഡി ആയിന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ അതാണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാം നടക്കുന്നുള്ളത്. പിന്നെ ഞാൻ അതിനെ ഒരു 2 വർഷം ഗ്യാപ്പ് വിട്ടിട്ടാണ്, ഇവിടെ 2-3 വർഷം ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിട്ടിട്ടുണ്ട്. അതും ഞാൻ എന്താണ് ആ വണ്ടിയൊക്കെ ആ സ്കൂട്ടിയിൽ പോകുമ്പോൾ എനിക്ക് റോഡ് അറിയില്ല, ഞാൻ പോകുന്നത് റോങ് റോഡാണ്. അപ്പോൾ ആൾക്കാരൊക്കെ എന്നെ ചീത്ത പറഞ്ഞു പോവാണ്. ഞാൻ വിചാരിക്കും, ഇവരെന്തിനാ എന്നെ ചീത്ത പറയുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എനിക്കിപ്പോഴാണ് എല്ലാം ഫ്ലാഷ് ആവുന്നത്, ഞാൻ പോയിക്കൊണ്ടിരുന്നത് റോങ് റോഡാണെന്നുള്ളത്. അത്തരം നോളജ് ഇല്ലാത്തൊരു സ്റ്റഡിയിലാണ്. കാരണം നമ്മൾ സൈക്കിൾ കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടെങ്കിലും സൈക്കിൾ 15 yearsലൊക്കെ നമ്മൾ സൈക്കിൾ വിടുന്ന സമയത്തിലൊന്നും ഇത്രയൊന്നും വണ്ടിയൊന്നും ഇല്ല. ഇപ്പം എല്ലാവരുടെ കയ്യിൽ വണ്ടി ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് റോങ് റൂട്ട് ഏതാണ്, റൈറ്റ് റൂട്ട് ഏതാണെന്ന് മനസ്സിലാവും. നമ്മൾ അതന്നെ ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയല്ല ഒട്ടറാശി പോയാൽ മതി എന്ന്. പക്ഷെ അത് ഞാൻ ആ വണ്ടി എടുത്ത് സിറ്റിയിലൂടെയാണ് പോകുന്നത്, ആ മെയിൻ സിറ്റിയിലൂടെ പോകുന്നത് റോങ് റൂട്ടിൽ. ആൾക്കാരൊക്കെ ഇങ്ങനെ ലോറിൻ്റെ ആൾക്കാരൊക്കെ ഓർണർച്ച് ചീത്ത പറഞ്ഞു പോവാം. ഞാനിങ്ങനെ എന്ത് ചീത്ത പറയും, ഞാനിങ്ങനെ വലങ്ങുന്നുണ്ടോ, അങ്ങനെ ആവുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച ദിവസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ പുതിയ വണ്ടി വാങ്ങിയ ശേഷം ഞാൻ ഒരാൾ വണ്ടി വാങ്ങുന്ന 1 മാസം മുമ്പ് തന്നെ ഞാൻ റോട്ടിൽ എങ്ങനെ പോകുന്നു എന്നുള്ളത്, ഓട്ടോറിക്ഷ പോകുമ്പോൾ അതിൽ ഏത് സൈഡ് പോയി, എങ്ങനെ പോയി, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, എന്തായാലും നമ്മൾ റൈറ്റ് സൈഡ് ഇങ്ങനെ പ്ലേസ് വിട്ടിട്ട് തന്നെ എല്ലാ സ്ഥലത്തും പോകണം എന്നുള്ളത്. പിന്നെ അതേ ഫോളോപ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് ഇപ്പം ഞാൻ സ്കൂട്ടിൽ എവിടെ വേണമെങ്കിൽ പോയിട്ട് വരും. അത്രയ്ക്ക് കോൺഫിഡൻസ് എനിക്കുണ്ട്. ഓക്കെ, ലോങ് ഒക്കെ പോകുന്നുണ്ട്, 20-25 കിലോമീറ്റേഴ്സൊക്കെ. അതിനാണ് കൂടുതൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് സ്കൂട്ടി വാങ്ങിയതൊന്നും ഞാൻ ഒരുപാട് ലോങ് പോകണമെന്നല്ല, എനിക്ക് എൻ്റെ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരണം. എപ്പോഴും ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് എനിക്കും ഒരുപാട് ചിലവൊക്കെ ഓട്ടോറിക്ഷയിൽ തന്നെ വന്നുകൊണ്ടായിരുന്നു. ഈ സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ച് വരുമ്പോൾ തന്നെ ടയർഡാവുന്ന സമയം ഉണ്ടായിരുന്നു. നടന്ന് വന്ന സ്ഥലം നല്ലല്ലോ, അങ്ങനെ ഒരു അത്യാവശ്യമായിരുന്നു സ്കൂട്ടി. അങ്ങനെ അത് വാങ്ങി, അൽഹംദുലില്ലാ. പിന്നെ കാറ് എന്നുള്ളത് ഉമ്മാൻ്റെ ആഗ്രഹമായിരുന്നു. എനിക്ക് കാറ് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ലായിരുന്നു. ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ആൾട്ടോ 800 വാങ്ങുക, ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. ഇനി ഏജായി വരുമ്പോഴൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, പിന്നെ നമ്മളെ മൈൻഡൊന്നും അത്രയൊന്നും വർക്കാവില്ല. ഇപ്പോൾ തന്നെ എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ആൾട്ടോ 800 എന്തെങ്കിലും ഒരു 2 lakh എല്ലാം കിട്ടിയാൽ വാങ്ങണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ എന്തൊക്കെയാ വെച്ചാൽ എനിക്ക് ഒട്ടൊരു പേയ്മെൻറ്റ് ഒരേ പ്രാവശ്യം 1,90,000 2 lakh അങ്ങനെയെല്ലാം കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്കൂട്ടിലേക്ക് കൺവേർട്ട് ആയത്. സ്കൂട്ടിലാണെങ്കിൽ EMI വേലെങ്കിൽ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട്.
അങ്ങനെ ഇപ്പം കാർ അൽഹംദുലില്ലാ ഉമ്മ ആഗ്രഹിച്ച പോലെ തന്നെ ആളുടെ 800 അല്ല ഉമ്മക്ക് കിട്ടിയത്. ടാറ്റ കേവ് ആണ് 19 lakhsന്റെ കാർ. അതാ പറഞ്ഞത് ഞമ്മൾക്ക് ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ റബ്ബു തരും എന്നുള്ളത് ഈ ഒരു റീസൺ കൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാത്തിലും സബർ ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു വണ്ടി വാങ്ങണമെങ്കിലോ ബൈക്ക് വാങ്ങണമെങ്കിലോ ആരും തന്നിട്ടൊന്നല്ല. നമ്മൾ കഠിനാധ്വാനമാണ്. നമ്മൾ വീട്ടിലത്തെ ആൾക്കാർ കഠിനാധ്വാനമാണ്, സ്വന്തമായിട്ട് അധ്വാനിച്ചതാണ്. ഇപ്പം നമ്മൾ ആരോടും ഡിപ്പെൻഡ് ആവാത്തത് കൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ ഒരാൾ വിളിക്കുമ്പോൾ ഓടിക്കൊണ്ട് വരും. കാരണം അവർക്കറിയാം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങുന്നില്ല എന്ന് ചോദിക്കുന്നില്ല എന്ന്. മുമ്പൊക്കെ നമ്മൾ പാവപ്പെട്ടവരായിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാലും, ഫിനാൻഷ്യൽ ആവശ്യത്തിനൊന്നല്ല കേട്ടോ, വേറെ എന്തെങ്കിലും ഉമ്മക്ക് പല്ലിക്ക് പോകണമെന്ന് പറ്റില്ല, ഒരു ആണുങ്ങൾ തന്നെ വേണം, അവർ സമയത്തൊക്കെ ഉമ്മ വിളിക്കും. കാരണം പല്ലിക്ക് പോകണം, അവിടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ. ഇപ്പോഴത്തെ പള്ളിയിൽ പെണ്ണുങ്ങളൊക്കെ പോകാറുണ്ട് കേട്ടോ. അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ടൈമിലൊക്കെ ഉമ്മ ഫോൺ വിളിക്കുമ്പോൾ ആരും ഫോൺ എടുക്കാറില്ലായിരുന്നു. പേടിയാണ്, കുറഞ്ഞ് എന്തെങ്കിലും ചോദിക്കാൻ വിളിക്കുന്നതാണോ അങ്ങനെ ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു കോൾ മതി. ഞാൻ ഒരു കോൾ അങ്ങോട്ട് വിളിച്ചാൽ അവർ 3-4 തവണ ഇങ്ങോട്ട് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാണ് വിളിച്ചതെന്ന് ഭയങ്കര ടെൻഷനാവും. എപ്പോഴല്ല എന്തിനായിരിക്കും വിളിച്ചതെന്ന്. അപ്പം നമ്മൾ ആൾക്കാരെ മാറ്റാനുള്ളത് ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പറഞ്ഞത്. നമ്മൾ ഒരിക്കലും മറ്റുള്ള ഡിപ്പെൻഡ് ആവുമ്പോഴാണ് അവർക്കും നമ്മളെ എല്ലാ ഡേയ്സ് അല്ല, എപ്പോഴെങ്കിലും അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നാൽ ഡിപ്പെൻഡ് ആയാൽ അതെങ്കിൽ കടായിട്ട് വാങ്ങിയാൽ അവർക്ക് പറഞ്ഞ ടൈമിൽ തന്നെ കൊടുക്കാനോ നോക്കുക. പക്ഷെ എല്ലാവരും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ള ട്രസ്റ്റൊക്കെ നമ്മൾ ആരതും ബ്രേക്ക് ആക്കാതിരിക്കുക. നമ്മൾക്ക് ഏറ്റവും വലുത് ജീവിക്കാനുള്ളത് ട്രസ്റ്റാണ്. പെർഫെക്റ്റായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അത് കഷ്ടമാവട്ടെ സുഖമാവട്ടെ, നമ്മളില്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ടോ, അങ്ങനെയുള്ള പറഞ്ഞ് ജീവിക്കണം. പക്ഷെ നമ്മൾ എല്ലാ സ്ഥലത്തും ആരെങ്കിലും ഒരാൾ കടം വന്ന് ചോദിച്ചു, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഡൊണേഷൻ വന്ന് ചോദിച്ചു, നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. നമ്മൾ ഏതെങ്കിലും കറണ്ട് ബില്ല് പേ ചെയ്യാനുള്ള വെച്ച ക്യാഷ് ആണെങ്കിൽ കൊണ്ടിട്ട് അവർക്ക് കൊടുക്കും, പാവ സിമ്പതി നോക്കിയിട്ട്. പിന്നെ നമ്മളിവിടെ കഷ്ടപ്പെടും, നമ്മളോട് ക്യാഷ് ഉണ്ടാവില്ല. വേറെ ആൾക്കാരോടോ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ വേറെ ആൾക്കാരെ കയ്യിൽ നിന്ന് നേടേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കാര്യമാകുമ്പോഴത്തേക്കും അവരെന്തിനാണ് നമ്മളെ ക്യാഷ് കൊണ്ടുപോയത് പോലും നമുക്കറിയില്ല. അപ്പോൾ ആ ടൈമിലൊക്കെ ഇൻഷാല്ല നോക്കാം, ഇല്ല നോ പറയുന്ന സ്ഥലത്ത് നോ പറയാം. അങ്ങനത്തെ സംഭവങ്ങൾ നമ്മളെ കയ്യിൽ നമ്മൾക്ക് എക്സ്ട്രാ എമൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ട് കൊടുക്കാം. അല്ലാത്ത ക്യാഷ് അവർ ചോദിച്ചു നോ പറയാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ വേറെ അറേഞ്ച് ചെയ്ത് പോയിട്ട് നമ്മൾക്ക് കടങ്ങളൊക്കെ വരാറുണ്ട്. അത് എൻ്റെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയ കാര്യമാണ്. ഞാൻ പക്ഷെ ആരോടും കടമൊന്നും വാങ്ങിയിട്ടില്ല. വീട്ടിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ വാങ്ങാനൊക്കെ വെച്ച പൈസ കൊണ്ട് ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുത്തു വിടും. പിന്നെ കുട്ടികൾ പാവ ഇവിടെ പൊട്ടാറ്റയോ മുട്ടൊക്കെ കഴിച്ചിട്ട് ഇരുന്ന ദിവസങ്ങളുണ്ടോ, ചിക്കൻ വാങ്ങാൻ വെച്ച ക്യാഷൊക്കെ. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികൾ തന്നെ ഞാൻ നോക്കുള്ളൂ. കാരണം എനിക്കറിയാം ആരൊക്കെ സിമ്പതിയൊക്കെ ചെയ്ത് വന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിലൂടെ കത്തിക്കുത്തുന്ന കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വെറുതെ എന്തെങ്കിലും നമ്മൾ അവരെ വളർത്തണം. പുറത്തൊക്കെ കൊണ്ടുപോയി ഉണ്ടായിരുന്നു എനിക്ക് ജോബുള്ള സമയത്ത്. ഒരുപാട് ഫ്രണ്ട്സ് എന്നല്ല നെയ്ബേഴ്സൊക്കെ ആയിട്ടാണ്. അപ്പോൾ എല്ലാം പോകുമ്പോൾ അവിടേക്ക് കറങ്ങാൻ കൂട്ടി പോവുക, അത് പോവുക ഇത് പോവുക. കാരണം എനിക്ക് പിന്നെ മനസ്സിലായി അവർക്ക് നമ്മളെ കൊണ്ട് ബെനിഫിറ്റ്സാണ് എടുക്കുന്നത്, ഒരിക്കലും അവർ നമ്മളെ സ്നേഹത്തിലല്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്ക് എനിക്ക് ആരും ഫ്രണ്ട്സ് വേണ്ട, ഞാൻ, എൻ്റെ ഉമ്മ, എൻ്റെ ഫാമിലി. അങ്ങനെ ഒരുപാട് പറയാനില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ആയ ഒരാൾക്ക് ഇത് മനസ്സിലാവും, എക്സ്പീരിയൻസ് ആവാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാവാൻ ചാൻസസ് ഇല്ല. പിന്നെ ഒരുപാട് റിച്ച് ഫാമിലിയിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് വന്ന ഫാമിലി ആണെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലും ആവില്ല. കാരണം അവർ എപ്പോഴും ബിന്ദാസ് ആയിരിക്കും, അവരെ കൈ കാലും ആവില്ല. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ. അപ്പം ഒരുപാട് സംസാരിച്ച് ഈ കാര്യം നീട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇവിടെ വീഡിയോസ് അവസാനിപ്പിക്കുന്നുണ്ട്. ഇന്ന് നാളത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. നാളെ 4th ഡേയ്സിൽ എൻ്റെ ഡ്രൈവിംഗ് ഒന്ന് പെർഫെക്റ്റ് ആക്കണമെന്നുണ്ട്. നോക്കാം നാളത്തെ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ബൈ.